ഹലോ ഗൈസ്, അപ്പം ഇന്ന് എൻ്റെ വീണ്ടും എൻ്റെ ഒരു വർക്കിംഗ് ഡേ കണ്ടാലോ. അപ്പോൾ ഞാൻ എൻ്റെ യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ ക്യാൻറ്റീനിലോട്ടാണ് വന്നിട്ടാ. അപ്പോൾ അവിടെ കുറച്ച് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് HR-ൻ്റെ റൂമിൽ നിന്ന് അവർ മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. ഈ ഒരു ടേബിൾ കണ്ടോ നിങ്ങൾ? ഈ ടേബിളിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റം ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് വെക്കുന്ന ടേബിളാണ് കേട്ടോ. അതിപ്പോൾ ഈവൻ ഫുഡാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സാവാം, വല്ല പെന്നോ പെൻസിലോ ബുക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് ആ ടേബിളിൽ നമുക്ക് വേണ്ട അത് മറ്റുള്ളവർക്ക് കൊടുക്കാമെന്നുള്ള രീതിയിൽ അവിടെ വെക്കുന്ന ആ ഒരു ടേബിളാണ്. അതാണ് അവിടെ അവർ കുറച്ച് ഫ്ലവേഴ്സ് കൊണ്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കോഫി എടുത്തിട്ട് ക്യാൻറ്റീനിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് പുറത്ത് പോയിരുന്ന ലൈബ്രറിയുടെ അവിടെ വേണമെങ്കിൽ ഒരു ബുക്കൊക്കെ വായിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട, ഇത് ഇവിടെയുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ചെടിയാണ്. ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് കാണുന്നതാണ് ഈ ഒരു ചെടി. ഇത് കാണുമ്പോൾ കറക്റ്റ് നമ്മുടെ വാഴയുടെ ഇല പോലെയില്ലേ, നമ്മുടെ വാഴ തണ്ടൊന്നും വാഴയുടെ പോലെ ഇല്ലെങ്കിലും ശരിക്കും വാഴയുടെ ബനാന ലീഫ് പോലെ തന്നെ കറക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറേ നേരം ബുക്ക് നോക്കി നിന്നു. ഏതെങ്കിലുമൊക്കെ ഒരു ബുക്ക് എടുത്ത് വായിക്കും. ഇവിടെ കുറേ ടൈപ്പ് ബുക്കൊക്കെ ഉണ്ട്. ഈ ഹാരി പോട്ടറിൻ്റെ എല്ലാ എഡിഷൻസും ഉണ്ട്, പിന്നെ മാർവൽസിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറേ നോക്കി ഏത് ബുക്ക് എടുക്കണം എന്ന് ഞാൻ നോക്കി. എന്തെങ്കിലുമൊക്കെ ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ബുക്ക് വേണ്ട. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് എടുത്താണ് ഈ നൈറ്റ് റൈസ് എന്ന് പറഞ്ഞിട്ട്, ആൻറ്റോണി ഹോർസ്വിറ്റ്സോ അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ ഓഥറിൻ്റെ പേര്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് 2 പേജ് വായിച്ചപ്പോൾ എൻ്റെ കോൺസെൻട്രേഷനൊക്കെ പോയി. അങ്ങനെ ഞാൻ ക്യാൻറ്റീനിൽ തന്നെ വന്നിരുന്നു. ഒരു കോഫി കുടിച്ച് സമാധാനത്തിൽ ക്യാൻറ്റീനിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ വന്നിരുന്നപ്പോഴും സമാധാനമൊന്നും കിട്ടിയില്ല. ഭയങ്കര ഓളിയും ബഹളവും. ക്യാൻറ്റീനിൽ ഭയങ്കര അധികം തിരക്കായിരുന്നു. എനിക്കാണെങ്കിൽ ബുക്ക് വായിക്കുകയാണെങ്കിൽ കുറച്ച് കാം ആൻഡ് ക്വൈറ്റായിട്ടിരുന്ന് തന്നെ ഇരുന്ന് ഒച്ചയും ബഹളമൊന്നും ഇല്ലാണ്ടിരുന്ന് വായിക്കണം. പക്ഷേ ഇതവിടെ ഓളിയും ബഹളമായിട്ട് എനിക്ക് കോൺസെൻട്രേഷനൊന്നും കിട്ടിയില്ല. ഞാൻ 2 പേജ് വായിച്ചിട്ട് ബുക്ക് അടച്ചു വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബുക്കിൻ്റെ ആ ഒരു ഇതൊക്കെ നോക്കി, അതിൻ്റെ ഫ്രണ്ടൊക്കെ എത്ര